സോറി പറയ അവളോട്. ചെല്ലി. ജെനി അവനെ പിടിച്ച് മുന്നിലേക്ക് തള്ളി. സോറി, ഞാൻ ക്ഷമിക്കണം എന്നോട്. ഇനി ഇനി ഞാൻ ഇങ്ങനെ ചെയ്യില്ല. സോറി. ആ കുട്ടിയുടെ കൈ പിടിച്ച് അവൻ പറഞ്ഞപ്പോൾ അവിടെ കൂടെ നിന്നവരുടെ എല്ലാം ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ജെനിയുടെ ചുണ്ടിൽ. നിനക്കിവളെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അവളുടെ വീട്ടിൽ പോയി ചോദിക്കേ. അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്റെ സ്നേഹത്തിന് വിലയില്ലാതെയോ? ഒരിക്കലും ആരോടും ഇങ്ങനെ ചെയ്യരുത്. ചെല്ലി, ക്ലാസ്സിലേക്ക് പൊയ്ക്കോ. അനിയന്റെ കയ്യിലിരിപ്പിന് ചേച്ചി ഉപദേശിച്ചതാണെന്ന് കരുതിയാൽ മതി. ജെനി അവന്റെ തോളിൽ തട്ടി അവനോട് പറഞ്ഞു. സോറി ചേച്ചി, ഞാൻ. അവൻ അവളോട് എന്തോ പറയാൻ ശ്രമിച്ചപ്പോൾ അവൾ അവനെ കൈപ്പത്തി ഉയർത്തി തടഞ്ഞു. പാച്ച, എബിച്ച, അവരെ വിട്, പൊയ്ക്കോ. ഇനി ആവർത്തിക്കരുത്. ഇനിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ആവില്ല എന്റെ പ്രതികരണം. ഇപ്പൊ മക്കള് ചെല്ല്. ജെനി അവരോട് പറഞ്ഞു. അവരത് സമ്മതിച്ച് തലയാട്ടിക്കൊണ്ട് പതിയെ നടന്നു നീങ്ങി. ചെല്ല്, ക്ലാസ്സിൽ പോ. ഇനി അവരുടെ ഭാഗത്തുനിന്ന് ശല്യം ഉണ്ടാവില്ല. ജെനി ആ പെൺകുട്ടിയെയും ക്ലാസ്സിലേക്ക് പറഞ്ഞയച്ചു. കൂടെ മറ്റു കുട്ടികളും പിരിഞ്ഞുപോയി. ലേഡി റൗഡി എന്ന് പറയുന്നതല്ലാതെ അവളുടെ അടി നേരിട്ട് കണ്ടതിലുള്ള അമ്പരപ്പ് മാറാതെ നിൽക്കുകയാണ് മഹിയും ജയനും ബാക്കി പിള്ളേരും. ഒറ്റ ഒന്നിനും റിലേ ഇല്ല. ഉണ്ടായിരുന്ന ബോധം കൂടി എങ്ങോട്ടോ പോയിട്ടുണ്ട്. പാവ അച്ചുവാണ് ഇതിനെ എങ്ങനെ മെരുക്കിയെടുക്ക് എന്നാലോചിച്ച് നിൽക്കുന്നു. അച്ചുവിന്റെ നിൽപ്പ് കണ്ട് ദീപുവിനും മനുവിനും ഒക്കെ ചിരിയും വരുന്നുണ്ട്. എന്നാൽ ചിരിക്കാനും തോന്നില്ല. ആകെ മൊത്തം എന്തൊക്കെയോ അവസ്ഥ. മുഖത്തെ വിയർപ്പൊക്കെ തുടച്ച് ജെനിയും കൂട്ടുകാരും ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന അച്ഛനെയും ബാക്കിയുള്ളവരെയും കണ്ടപ്പോൾ ഏത് കണ്ടം വഴി ഓടിയ രക്ഷപ്പെടാമെന്ന് ചിന്തിച്ച് ചുറ്റും കണ്ണോടിച്ചു. ഹെബിയും പാച്ചു അഞ്ചോ ഏകദേശം അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. അവര് പോയ ധൈര്യത്തിലാണല്ലോ അടിയുണ്ടാക്കിയത്. പെട്ടെന്ന് കണ്ടതിന്റെ അമ്പരപ്പ് വേറൊന്നുമല്ല. ജെനി. മഹി അവളെ നീട്ടി വിളിച്ചു. അച്ഛേ. ഓഹ്, എന്താ ശ്രുതി, ഇന്നെന്തായിരുന്നു കാരണം? മഹി അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് വീട്ടിൽ വന്നിട്ട് പറഞ്ഞുതരാം. അച്ഛൻ ഇപ്പൊ ഇങ്ങനെ ചോദ്യം ചെയ്ത് എന്നെ ബിൽഡപ്പ് കളയാതെ. ഇളിച്ചുകൊണ്ട് ജെനി പറഞ്ഞപ്പോ മഹി ചിരിച്ചുപോയി. അച്ചുവും പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി നിന്നു. വീട്ടിലോട്ട് വാ. ഞാനായിട്ട് റൗഡിയുടെ ഇമേജ് കളയുന്നില്ല. നേരത്തെ അങ്ങ് വന്നേക്കണം, അവളോട് മഹി പറഞ്ഞു. എത്തിയേക്കാം, നിഷ്കൂലുക്കി ജെനിയും പറഞ്ഞു. അവളെ ഒന്ന് നോക്കി അവർ തിരിഞ്ഞ് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. അച്ചു അവളെ തിരിഞ്ഞു നോക്കിയപ്പോൾ ജെനി അവനെ നോക്കി സൈറ്റടിച്ചു. അച്ചു അന്തം വിട്ട് അവളെ നോക്കി. പോടാ. ജെനി അവനെ നോക്കി ചുണ്ടനക്കി. ഇപ്പൊ കറക്റ്റായി. അച്ചു അവളെ നോക്കി ചുണ്ട് കുറിപ്പിച്ച് ഉമ്മ കൊടുക്കുന്നത് പോലെ കാണിച്ചു. അത് കണ്ടപ്പോൾ ജെനി അവനെ നോക്കി കണ്ണുരുട്ടി. അവളുടെ കണ്ണുരുട്ട കാര്യമാക്കാതെ അച്ചു അവളെ നോക്കി വീണ്ടും സൈറ്റടിച്ചുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു. ഒരു സേഫ്റ്റി. പതിയെ അവനിൽ നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. അച്ഛേ, അമ്മേ. കോളേജിൽ നിന്ന് വന്ന അകത്തേക്ക് കയറുന്നത് അലറി വിളിച്ചുകൊണ്ടാണ്. അകത്ത് കയറിയപ്പോ സെറ്റിയും മനുവും ചന്ദ്രനും സീതയും അച്ചും ഒക്കെ ഇരിക്കുന്നുണ്ട്. എന്തോന്നടി അലറി കൂവിയാണോ വരുന്നേ? അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മനു ചോദിച്ചു. എന്നാ ഞാനൊരു ഫ്രഞ്ച് വിപ്ലവം നടത്തിയിട്ട് വരാം. കള്ളച്ചിരിയോട് ജെനി പറഞ്ഞപ്പോ മനുവിന്റെ വായ അടഞ്ഞു. നിങ്ങൾ ചായ കുടിച്ചോ? ജെനി അവരോട് ചോദിച്ചു. കുടിച്ചല്ലോ, സീത അവളോട് പറഞ്ഞു. അമ്മ, എനിക്ക് കോഫി. ജെനി വാസുവിനെ നോക്കി പറഞ്ഞു. പോയി ഫ്രഷായി വാ പെണ്ണേ, എന്നിട്ട് തരാം. വാസു പറഞ്ഞപ്പോ ജെനി ചുണ്ടു പിളർത്തി അമ്മയെ നോക്കി. കൊച്ചു കുഞ്ഞിനെ പോലെ പരിഭവം കാണിച്ച് ചുണ്ടു പിളർത്തി നിൽക്കുന്ന അവളെ കണ്ടപ്പോ അച്ഛന് അവളോട് വാത്സല്യം തോന്നി. അവൾ ഒരുപാട് ക്യൂട്ടായിട്ടുണ്ടെന്ന് അവന് തോന്നി. നറുപുഞ്ചിരിയോടെ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. അന്ന് ജെനി പറഞ്ഞ പോലെ അമ്പലത്തിൽ വെച്ച് തന്നെ താലികെട്ട് നടത്താം അല്ലേ മഹി? ചന്ദ്രൻ മഹിയോട് ചോദിച്ചപ്പോൾ എല്ലാവരും ജെനിയെ നോക്കി. അവർ കല്യാണത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാണെന്ന് ജെനിക്ക് മനസ്സിലായി. ജെനി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ട് വസുവും മഹി മുഖത്തോട് മുഖം നോക്കി. അത് വേണോ? മണ്ഡപത്തിൽ വെച്ച് തന്നെ നടത്തുന്നതല്ലേ നല്ലത്? മഹി ചന്ദ്രനോട് പറഞ്ഞപ്പോൾ ചന്ദ്രൻ മഹിയെ സംശയത്തോടെ നോക്കി. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, എല്ലാവരുടെ അഭിപ്രായം പോലെ ചെയ്യാം. ചന്ദ്രൻ പറഞ്ഞു. നിന്റെ അഭിപ്രായം എന്താ ജെനി? മനു അവളോട് ചോദിച്ചു. നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞാൻ കൂടെ ഉണ്ടാവും, ജെനി പറഞ്ഞു. അമ്പലത്തിൽ വെച്ച് താലികെട്ട് നടത്തുവാണെങ്കിലും? വസു അവളോട് ചോദിച്ചു. ജെനി ഒന്ന് മൂളിക്കൊണ്ട് എല്ലാവരെയും നോക്കി അവളുടെ മുറിയിലേക്ക് പോയി. അവൾ പോകുന്നത് നോക്കി നിന്ന വസുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. നിറ കണ്ണുകളോടെ വസു മഹിയെ നോക്കിയപ്പോൾ അയാളിലെ പുഞ്ചിരി ആ അമ്മയിലേക്കും പടർന്നു. എന്തു പറ്റി വസു, കണ്ണൊക്കെ നിറഞ്ഞല്ലോ? വസുവിന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് സീത അവരോട് ചോദിച്ചു. സന്തോഷം കൊണ്ടാണ് സീതെ, കണ്ണു തുടച്ചുകൊണ്ട് വസു പറഞ്ഞപ്പോ അവരെ സംശയത്തോടെ നോക്കി. സന്തോഷവും? ചന്ദ്രൻ സംശയത്തോടെ മഹിയെ നോക്കി. ജെനി, അവൾ അമ്പലത്തിൽ പോയിട്ട് എത്രയായെന്നോ? എന്തിനാണെന്ന് അറിയില്ല, അവൾക്ക് പരിഭവമായിരുന്നു ദൈവത്തിനോട്. ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോയാലും അവൾ പോകാറില്ല, അവളുടെ പിറന്നാളിന് പോലും. വാസു എല്ലാവരോടും പറഞ്ഞു. അച്ചുവിനും മനുവിനും അതൊരു പുതിയ അറിവായതുകൊണ്ട് അതിന്റെ ഞെട്ടൽ അവരുടെ മുഖത്ത് കാണാമായിരുന്നു. ഇത്രയേറെ ദൈവത്തിനോട് പിണങ്ങാൻ കാരണം എന്താണെന്ന് പോലും അറിയില്ല. ഇനി വിശേഷിച്ച് പൂജയൊക്കെ ഉണ്ടെങ്കിൽ പോലും കൂടെ വന്ന അമ്പലത്തിൽ കയറാതെ പുറത്തുള്ള ആൾത്തറയിൽ ഞങ്ങളെ കാത്തിരിക്കും. അതായിരുന്നു പതിവ്.
ആ പതിവ് മാറി അവൾ അമ്പലത്തിൽ വരാൻ സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. വസു പറഞ്ഞു. അപ്പൊ അന്ന് അവള് തന്നെയല്ലേ പറഞ്ഞത് അമ്പലത്തിൽ വെച്ച് താലികെട്ട് നടത്താന്ന്? അച്ചു വീണ്ടും സംശയത്തോട് ചോദിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. ചിലപ്പോ നീയുമായി വഴക്കിട ഒരു കാരണം കണ്ടെത്തിയതും ആവാം. എന്തായാലും ഇപ്പൊ അവളുടെ മനസ്സ് മാറി വന്നപ്പോ ഒത്തിരി സന്തോഷം തോന്നുന്നു. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വസു പറഞ്ഞു. അവരെ നോക്കി പുഞ്ചിരിച്ചു. അമ്പലത്തിൽ വെച്ച് താലികെട്ട് നടത്താം എന്ന തീരുമാനത്തോടെ മനുവും വീട്ടുകാരും അവിടെ നിന്നും മടങ്ങി. ഈ കാണുന്നതൊന്നും അല്ല ജെനിയെന്നും അവളെപ്പറ്റി കൂടുതൽ അറിയാനുണ്ടെന്നും അച്ചുവിന് മനസ്സിലായി. അവളും അവളുടെ കൂട്ടുകാരും എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടെന്നും അവന് മനസ്സിലായി. പതിവ് പോലെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് സംസാരിച്ചിരിക്കുകയാണ് ചന്ദ്രനും മഹിയും സീതയും വസുവും എല്ലാവരും. അച്ചുവും മനുവും ജാനിയും അവരുടെ കൂടെ ഉണ്ട്. സംസാരത്തിനിടെ മഹിയുടെ ഫോൺ അടിച്ചു. ഒരു ലാൻഡ് നമ്പർ ആണല്ലോ. ഫോണിലേക്ക് നോക്കി മഹി പറഞ്ഞു. എടുത്തു നോക്ക്, അപ്പ അറിയാം. ചിലപ്പോ ജെനിയുടെ കോളേജിൽ നിന്നാണെങ്കിലോ. ചന്ദ്രൻ മഹിയോട് പറഞ്ഞപ്പോ ഒന്ന് ആലോചിച്ചുകൊണ്ട് മഹി ഫോൺ എടുത്തു. ഹലോ, ഡോക്ടർ മഹേന്ദ്രൻ? യെസ്, മഹേന്ദ്രൻ ഹിയർ. ഇത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പുറത്ത് നിന്നും മറുപടി വന്നതും മഹി ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. പിന്നെ പോലീസിനെ ബഹുമാനിക്കണ്ടേ? പറയൂ സാർ. നിങ്ങളുടെ മകളും കൂട്ടുകാരും സ്റ്റേഷനിലുണ്ട്. താങ്കൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. മഹി ഒന്ന് പകച്ചു. ജെനിയെ പോലീസ് പൊക്കിയിരിക്കുന്നു. ഞാൻ വരാം സാർ. ഓക്കെ. കോൾ കട്ടായി. എല്ലാവരും മഹിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്താ മഹിയേട്ടാ? വസു മഹിയോട് ചോദിച്ചു. മഹി ഒന്നും മിണ്ടാതെ വസുവിനെ നോക്കിയിരുന്നു. മഹി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മഹിയുടെ തോളിൽ കൈവച്ച് ചന്ദ്രൻ ചോദിച്ചു. എന്താ അച്ഛേ? ജാനിയും ചോദിച്ചു. ഗോവിന്ദക്കുട്ടി. കുട്ടി മിണ്ടണില്ല. മഹി, ചന്ദ്രൻ വീണ്ടും വിളിച്ചു. മഹി ഞെട്ടി അവരെ നോക്കി. എന്താടാ, ആരാ വിളിച്ചേ? ചന്ദ്രൻ ചോദിച്ചു. പോലീസ്. മഹി പറഞ്ഞപ്പോ എല്ലാവരും പകച്ചുകൊണ്ട് നോക്കി. പോലീസോ? എന്തിന്? സീത ചോദിച്ചു. ഇതിൽ കൂടുതൽ എന്താവാൻ? എന്റെ ഇളയ മോളും അവളുടെ കൂട്ടുകാരി സ്റ്റേഷനിലാണെന്ന് അങ്ങോട്ട് ചെല്ലാൻ. മഹി പറഞ്ഞപ്പോ എല്ലാവരും വായം തുറന്നിരുന്നു. ഈശ്വര, എന്റെ മോള്. വസുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. കരയാതെ വസു, ഞാനൊന്ന് പോയി നോക്കട്ടെ. നിങ്ങൾ പൊക്കിയോ വീട്ടിലേക്ക്, ഞാൻ അവളെയും കൊണ്ട് വരാം. അവരോട് പറഞ്ഞ് മഹി എണീറ്റു. ഒറ്റയ്ക്ക് പോകണ്ട മഹി, ഞങ്ങളും വരാം. സീതേ, നീ ഇവരുടെ കൂടെ പൊയ്ക്കോ, ഞങ്ങളും അങ്ങോട്ട് വരാം. സീതയോട് പറഞ്ഞ് ചന്ദ്രനും മനുവും അച്ചു മഹിയുടെ കൂടെ പോയി. അവർ പോയതും സീതയും വസുവും ജാനി വീട്ടിലേക്കും പോയി. ദൈവമേ, ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിരുന്നില്ല, ഇപ്പൊ അതുമായി. എന്താണോ പ്രശ്നം? മഹി ദേഷ്യത്തോടെ ടെൻഷനോടെ ഓരോന്ന് പറഞ്ഞു. അച്ചുവിന് ജെനിയെപ്പറ്റി ഏകദേശം ധാരണ കിട്ടിയത് കൊണ്ട് കൂടുതലൊന്നും പറയാനോ ചിന്തിക്കാനോ തോന്നിയില്ല. ടെൻഷൻ ആവാതെ മഹി, നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്? ചന്ദ്രൻ മഹിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പുറത്ത് ജെനിയുടെ വണ്ടി നിൽക്കുന്നത് കണ്ടു. വണ്ടിക്ക് വല്ല കേടുപാടും ഉണ്ടോ എന്ന് മഹി നോക്കി. ഭാഗ്യം, വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആക്സിഡന്റ് അല്ല. ആശ്വാസത്തോടെ മഹി പറയുന്ന കേട്ടപ്പോ അച്ചുവും മനുവും ചന്ദ്രനും ചിരിച്ചുപോയി. അകത്തേക്ക് കാലെടുത്ത് വെച്ച് അവർ അകത്തെ കാഴ്ച കണ്ട് തറഞ്ഞു നിന്നു. അവർ 4 പേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഈശ്വര, ഞാൻ കാണുന്നത് തന്നെയാണോ ഇവിടെ? ഒന്ന് ആത്മകഥം പറഞ്ഞുകൊണ്ട് തല കുടഞ്ഞ് അച്ചു ഒന്നുകൂടെ നോക്കി. അതെ, നേരത്തെ കണ്ടതും ഇപ്പൊ കണ്ടതും ഒന്നാണ്. കള്ളക്കളി കളിക്കരുത്. കണ്ടോ, ഇതിന് അടയാളം വെച്ചിട്ടുണ്ട്. കൊള്ള പോലീസ്. ദേഷ്യത്തോടെ ജെനി പറയുന്ന കേട്ടപ്പോഴാണ് അവരെല്ലാം ബോധമണ്ഡലത്തിലേക്ക് തിരികെ വന്നത്. ഇത്രയും നേരം ബോധമുള്ള അബോധാവസ്ഥയിലായിരുന്നു. മഹിയും ചന്ദ്രനും അച്ചു മനു ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒരു സമാധാനത്തിന്. പോലീസ് സ്റ്റേഷൻ അല്ലേ എന്നൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി. വാ, പറഞ്ഞു തരാം. എസ്ഐയുടെ ചെയറിലാണ് നമ്മുടെ നായക ഇരിക്കുന്നത്. എസ്ഐയുടെ തൊപ്പി ആളുടെ തലയിലാണ്. ലാത്തി കക്ഷത്തും. അവൾക്കടുത്ത് മറ്റ് കസേരയിട്ട് SI അടക്കം 3 പോലീസുകാരുണ്ട്. അവരെല്ലാം കള്ളനും പോലീസും കളിക്കുകയാണ്. സ്റ്റേഷനിൽ കളിക്കാൻ പറ്റിയ കളിയാണ്. അതിന്റെ ബഹളമാണ് നേരത്തെ ജീനയുടെ ശബ്ദത്തിൽ കേട്ടത്. 5 പെണ്ണി 2 വനിതാ പോലീസിന്റെ നടുക്കിരുന്ന് വേണ്ട തള്ളലാണ്. കയ്യിലൊരു ലേസ് പാക്കറ്റും. അല്ല, പാർക്കിലിരുന്ന് കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെ ഉണ്ട്. ഹെബിയും പാച്ചു വേറെ 2 പോലീസുകാര് ലൂഡോ കളിക്കുന്നു. ഹെബിയുടെയും പാച്ചുവിന്റെയും കൂടെ ലൂഡോ കളിക്കുന്ന പോലീസ് 2 പാറാവുകാരാണെന്ന് തോന്നുന്നു. പുറത്തു നിൽക്കുന്ന പാറാവുകാരെ കാണുന്നില്ല. ചുരുക്കി പറഞ്ഞ പോലീസ് സ്റ്റേഷൻ അവർ 4 കൂടി വേറെന്തൊക്കെയോ ആക്കിയിരിക്കുന്നു. ഇത് കാണാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്ന ഭാവമായിരുന്നു മഹിയുടെ മുഖത്ത്. അച്ചുവിനും മനുവിനെ എല്ലാം കൂടെ കണ്ട് ചിരിക്കണോ കരയണോ എന്ന് പോലും അറിയുന്നില്ല. ഓ, കാലത്തിന്റെ ഓരോ പോക്ക്. സാർ, മഹിയെ വിളിച്ചു. മഹിയുടെ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും കാളി നിർത്തി അവരെ നോക്കി. മുന്നിൽ മഹിയെ കണ്ടപ്പോൾ ജെനി പെട്ടെന്ന് കസേരയിൽ നിന്ന് എണീറ്റു. കഷത്തി വെച്ചിരുന്ന ലാത്തി എടുത്തു തൊപ്പി ഒരു ടേബിളിലും വെച്ചു. അവളുടെ കളി കണ്ട് അച്ഛന് ചിരി വന്നു. മഹി ജെനിയെ രൂക്ഷമായി നോക്കിയപ്പോൾ ജെനി നിഷ്കു അടിച്ചു നിന്നു. 5 തള്ളലൊക്കെ നിർത്തി ഡീസന്റായി. എബിയും ബാജു പിന്നെ ലൂഡോ അൺഇൻസ്റ്റോൾ ചെയ്തു. എന്തൊരു പാവങ്ങൾ. അവരെ കണ്ടപ്പോ പോലീസുകാരൊക്കെ ഗൗരവത്തിലായി. ഞാൻ മഹേന്ദ്രൻ.
മഹി എസ് ഐയോട് പറഞ്ഞു. ആ, ഇരിക്കൂ. എസ് ഐ അയാളുടെ ചെയറിലിരുന്ന് മുന്നിലെ ചെയർ ചൂണ്ടി അവരോട് പറഞ്ഞു. അവർ 4 പേരും എസ് ഐയുടെ മുന്നിലിരുന്നു. ഡോക്ടർ, പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ഈ കൊച്ചിനോട് പല പ്രാവശ്യം പറഞ്ഞിരുന്നു ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കരുതെന്ന്. ജെനിയെ നോക്കി കണ്ണുരുട്ടി പോലീസ് പറഞ്ഞപ്പോൾ ജെനി നന്നായെന്ന് വിളിച്ചു. അവൾക്ക് ലൈസൻസ് ഉണ്ടല്ലോ സാർ, മഹി പറഞ്ഞു. ആ, അതല്ല, എപ്പോ ചെക്കിങ് പിടിച്ചാൽ അവിടെ കയ്യിൽ ലൈസൻസ് പോയിട്ട് വണ്ടിയുടെ ബുക്കും പേപ്പറും കൂടി ഉണ്ടാവില്ല. പല തവണ ഇത് ആവർത്തിച്ചപ്പോൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ജെനിയെ നോക്കി തന്നെ എസ് ഐ മഹിയോട് പറഞ്ഞു. ഇനി ആവർത്തിക്കില്ല സാർ. മഹി എസ് ഐയോടും പറഞ്ഞു. ഇനി ആവർത്തിച്ച അവളെ ഞാൻ സെല്ലിലിടും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേടി? ജെനിയെ നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചപ്പോൾ ജെനി നല്ല കുട്ടിയായി തലയാട്ടി. എന്നാ ഞങ്ങൾ പൊയ്ക്കോട്ടെ? മഹി ചോദിച്ചു. ആയിക്കോട്ടെ, പിന്നെ മോൾ ഉഷാറാണ്, പെൺകുട്ടികളായ എങ്ങനെ വേണം. മഹിക്ക് കൈ കൊടുത്തുകൊണ്ട് ജെനിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പോലീസ് പറഞ്ഞപ്പോ മഹിയുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു. പോട്ടെ സാറേ, ഇനി അടുത്ത ആഴ്ച വരാം. കണ്ണിറക്കിക്കൊണ്ട് ജെനി പറഞ്ഞപ്പോ എസ് ഐ അവളെ തല്ലാൻ കൈയോങ്ങി. ജെനിയും കൂട്ടുകാരൻ ചിരിച്ചുകൊണ്ട് മഹിയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. കാന്താരി. അവള് പോകുന്നത് നോക്കി എസ് ഐ പറഞ്ഞു. പുറത്തിറങ്ങിയ ജെനിയെ മഹി കൈയും കെട്ടി നോക്കി. ലൈസൻസും ബുക്കും പേപ്പറും ഒക്കെ വീട്ടിലാണച്ചേ. എപ്പോഴും എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷെ മറന്നുപോകും. മഹി എന്തെങ്കിലും ചോദിക്കുന്ന മുമ്പ് തന്നെ അവള് പറഞ്ഞു. കൈകൊണ്ടൊക്കെ ആക്ഷൻ കാണിച്ച് സംസാരിക്കുന്ന അവളെ കണ്ട് അവരെല്ലാരും ചിരിച്ചു. മനുഷ്യനെ പേടിപ്പിക്കാൻ വീട്ടിലോട്ട് വാ. അവളുടെ തലയെ കൊട്ടി പറഞ്ഞുകൊണ്ട് മഹിയും ബാക്കിയുള്ളവരും വണ്ടിയെ കയറി. ജെനിയും കൂട്ടുകാരും അവരുടെ വണ്ടിയിലും വീട്ടിലേക്ക് പോയി. എന്തായിരുന്നു ജെനി പ്രശ്നം? പോലീസ് പിടിക്കാൻ മാത്രം. വീട്ടിലേക്ക് കയറി പാടെ അവളോട് വസു ചോദിച്ചു. ഒന്നുമില്ല അമ്മ, ചെറിയൊരു ലൈസൻസ് പ്രശ്നം. വിളിച്ചുകൊണ്ട് ജെനി പറഞ്ഞപ്പോ വസുവും സീതയും ജാനും സംശയത്തോടെ പുറകെ നിൽക്കുന്ന മഹിയെയും ചന്ദ്രനെയും നോക്കി. മഹി അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം കേട്ടപ്പോ വസുവും ജാനി തലയ്ക്ക് കൈകൊടുത്ത് അവളെ നോക്കി. സീത ചിരിച്ചുകൊണ്ട് അവളുടെ കവളിലും തലോടി. എന്തോ അച്ചുവിന് അത് ഒരുപാട് ഇഷ്ടമായി. നിനക്ക് കൈ വെക്കാനല്ലേ ലൈസൻസ്? ഇനി ലൈസൻസ് എടുക്കാതെ പൊന്നുമോള് വണ്ടി എടുക്കണ്ട. അവളെ നോക്കി ഗൗരവത്തിൽ വസു പറഞ്ഞപ്പോ ജെനി നടന്ന് വസുവിന്റെ മുന്നിൽ ചെന്ന് നിന്നു. എല്ലാവരും അവളെ നോക്കി. സ്റ്റിൽ ഐ ലവ് യു. വാസുവിന്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് അവൾ മുറിയിലേക്ക് ഓടി. അവളുടെ പുറകെ ചിരിച്ചുകൊണ്ട് അവളുടെ കൂട്ടുകാരൻ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അവള് പോകുന്നത് നോക്കി ചിരിച്ചുകൊണ്ട് വസു പറഞ്ഞു. എല്ലാവരും ചിരിയോടെ അവള് പോയ വഴിയെ നോക്കി നിന്നു. ജാനിയുടെ കല്യാണം അടുത്തതുകൊണ്ട് എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ പോകാൻ തീരുമാനിച്ചു. നീ വരുന്നില്ലേ ജെനി? വസു അവളോട് ചോദിച്ചു. എനിക്ക് വരണമെന്നുണ്ട്, പക്ഷെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടമ്മ, നിങ്ങൾ പോയിട്ട് വാ. പുഞ്ചിരിച്ചുകൊണ്ട് ജെനി വസുവിനോട് പറഞ്ഞു. പ്രോജക്റ്റ് നാളെയും ചെയ്യാലോ. നാളെയാണ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. എളിച്ചുകൊണ്ട് ജെനി പറഞ്ഞപ്പോ വസു അവളെ രൂക്ഷമായി നോക്കി. ഉച്ചക്കത്തേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മോളെ, നീ എന്ത് ചെയ്യും? ഞാൻ വല്ല മാഗിയോ മറ്റോ ഉണ്ടാക്കി കഴിച്ചോളാം. നിങ്ങൾ ലേറ്റ് ആകാതെ ചെല്ലാൻ നോക്ക്. വാസുവിനോട് പറഞ്ഞ് അവൾ പ്രോജക്റ്റ് ചെയ്യുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചു. അവളെ നോക്കിക്കൊണ്ട് വസു താഴേക്കും പോയി. മഹിയോടും ജാനിയോടും കാര്യം പറഞ്ഞു. പ്രോജക്റ്റ് വർക്ക് ആയതുകൊണ്ട് അവളെ നിർബന്ധിച്ചില്ല. ജെനിയോട് പറഞ്ഞ് അവര് 3 പേരും ഡ്രസ്സ് എടുക്കാൻ പോയി. നിശ്ചയത്തിന് ഡ്രസ്സ് എടുത്ത അതേ കടയിലേക്ക് തന്നെയാണ് പോയത്. അവിടെ അവരെ കാത്ത് ചന്ദ്രനും സീതയും ഉണ്ടായിരുന്നു. അച്ഛനും മനുവിന് എമർജൻസി ഉണ്ടായതുകൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. അവര് സാരി സെക്ഷനിലേക്ക് പോയി. ഓഫ് വൈറ്റ് കാഞ്ചീപുരം സാരിയാണ് ജാനിക്ക് വേണ്ടി എടുത്തത്. ഗോൾഡൻ കരയോട് കൂടിയ സാരിക്ക് റോസ് കളർ ബോർഡർ ഉണ്ട്. അതേ റോസ് കളർ ബ്ലൗസ് തന്നെയാണ്. ബ്ലൗസിൽ ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ജാനിയെ തന്നെ ട്രയൽ നോക്കിയപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നത് കൊണ്ട് ആ സാരി തന്നെ സെലക്ട് ചെയ്തു. സാരി എടുത്ത് തിരിഞ്ഞപ്പോഴാണ് പുറകിൽ അച്ചുവിനെയും മനുവിനെയും കണ്ടത്. നിങ്ങളുടെ എമർജൻസി ഒക്കെ കഴിഞ്ഞോ? സീത അവരോട് ചോദിച്ചു. കഴിഞ്ഞു. മനു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാരി എടുത്തോട്ടു, ഇതാണ്. സീത സാരി മനുവിന് കാണിച്ചു കൊടുത്തു. അവനത് ഇഷ്ടപ്പെട്ടു എന്ന് അവന്റെ മുഖഭാവം വ്യക്തമാക്കി. അച്ചുവിന് ഇഷ്ടപ്പെട്ടു. അച്ചുവിന്റെ കണ്ണുകൾ ജെനിയെ തേടുന്നത് ജാനി ശ്രദ്ധിച്ചു. അവൾ വന്നിട്ടില്ല അച്ചു, ജാനി അച്ചുവിനോട് പറഞ്ഞു. അതെന്താ? അവൾക്ക് പ്രോജക്റ്റ് ചെയ്യാനുണ്ടെന്ന്. നാളെയാണ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പോലും. അതിന്റെ വർക്കിലാണ്. ജാനി പറഞ്ഞപ്പോ അച്ചുവിന് നിരാശ തോന്നി. അവൻ ജാനിയെ നോക്കി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഏട്ടാ, നമുക്ക് ഏട്ടനുള്ളത് എടുക്കാം, വാ. മനുവിനെ വിളിച്ചുകൊണ്ട് അച്ചു പോയി. താലികെട്ടിനിട മനുവിന് വെള്ള ഷർട്ടും ഗോൾഡൻ കസവോട് കൂടിയ മുണ്ടും എടുത്തു. അച്ചു പീച്ച് കളർ ഷർട്ടും അതേ കരയോട് കൂടിയ മുണ്ടും എടുത്തു. റിസപ്ഷൻ ഇടാനുള്ളത് ജാനിക്ക് എടുത്തതിന് ശേഷം എടുക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ 2 പേരും ജാനിക്ക് ഡ്രസ്സ് എടുക്കുന്ന ഭാഗത്തേക്ക് തന്നെ പോയി. റിസപ്ഷന് വേണ്ടി റെഡ് ഗൗൺ ആണ് ജാനിക്ക് എടുത്തത്. മനു വൈറ്റ് ഷർട്ടും അതിലേക്ക് ബ്ലാക്ക് പാൻസും കോട്ടും എടുത്തു. അച്ചു അതിനിടെ അവനുള്ളത് എടുത്തിരുന്നു. അച്ഛനമ്മമാര് അവർക്കുള്ള ഡ്രസ്സെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും സമയം ഉച്ച കഴിഞ്ഞിരുന്നു. നമുക്ക് വല്ലതും കഴിക്കണ്ടേ? മനു അവരോട് ചോദിച്ചു. അപ്പുറത്തുള്ള ഹോട്ടലിൽ കയറാം. ചന്ദ്രൻ പറഞ്ഞപ്പോൾ അവരെല്ലാം സമ്മതിച്ചു. ഷോപ്പിന്റെ അടുത്ത് തന്നെയുള്ള ഹോട്ടലിൽ കയറി. ജെനി ഇല്ലാത്തതുകൊണ്ട് അച്ഛന് ഒരു ഉഷാറും ഉണ്ടായിരുന്നില്ല.
വൈകിക്കാതെ തന്നെ അവന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയണമെന്ന് അവൻ ഉറപ്പിച്ചു.